അനിയത്തിൻ്റെ മോള് സ്കൂളിൽ ആനിവേഴ്സറിക്ക് ഒപ്പനക്കാണ് കൂടിയിട്ടുണ്ടായിരുന്നത്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾ കഴിഞ്ഞ 2 വർഷവും ഒപ്പനക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ ആൾ കളിക്കാനാണ് കൂടിയിട്ടുണ്ടായിരുന്നത്. അതാവുമ്പോൾ ചിലവ് മുത്തിന് കൊക്കിലൊതുങ്ങുന്നതായിരുന്നു. പക്ഷെ ഇത്തവണ പതിവിന് വിപരീതമായി ആൾക്ക് പുതുപെണ്ണാവണമെന്ന് ഒരേ വാശിയായിരുന്നു. അവസാനം അതിന് വഴങ്ങുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ പ്രോഗ്രാമിന് കുറച്ച് ദിവസം മുന്നേ അവൾക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് ഞങ്ങൾ ആദ്യം ഒരു ഷോപ്പിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് വർക്കുള്ള ടൈപ്പ് ലെഹങ്കയ്ക്ക് 2000-ന് മുകളിലാണ് റേറ്റ് വരുന്നത്. മുത്തിനെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും മുമ്പിൽ തീർത്തും അവളൊരു സിംഗിൾ പേരൻ്റ് ആയതുകൊണ്ട് അത്രയും റേറ്റ് അവൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പരാഗിലേക്കായിരുന്നു. അങ്ങനെ ടോപ്പിന് വേണ്ടിയിട്ട് ഗ്രേപ്പ് കളറിലുള്ള 1/2 മീറ്റർ വെൽവെറ്റും സ്കർട്ടിന് വേണ്ടിയിട്ട് ഗോൾഡൻ കളറിൽ വർക്ക് വരുന്ന മീറ്ററിന് 70 രൂപ വിലയുള്ള 3 മീറ്റർ നെറ്റും താഴേക്ക് ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് ടോപ്പിൻ്റെ സെയിം കളറിലുള്ള 3 മീറ്റർ നെറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ലൈനിങ്ങിനായിട്ട് ടോപ്പിനും സ്കർട്ടിനും കൂടി 3.5 മീറ്റർ ക്രൈപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഷോളിനായിട്ട് ഗ്രേപ്പ് കളറിലുള്ള 1 മീറ്റർ നെറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിലും സ്ലീവിലും സ്റ്റോൺ ചെയിൻ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് ലൈനിൽ ചെയ്യുന്ന വർക്ക് സ്റ്റോൺ ചെയിൻ ഉപയോഗിച്ച് ചെയ്തെടുത്ത ശേഷം മിററുകൾ ഒട്ടിച്ചെടുത്ത് മിററുകൾക്ക് ചുറ്റിലുമായിട്ട് ഷുഗർ ബീഡ്സ് ഉപയോഗിച്ച് തുന്നിക്കൊടുക്കുകയായിരുന്നു കേട്ടോ. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിലെ താഴ്വശത്തും സ്ലീവിൻ്റെ എൻഡിലുമായിട്ട് ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സും വൈറ്റ് ബീഡ്സും ഉപയോഗിച്ച് ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. ഷോളിനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന 1 മീറ്റർ നെറ്റിനെ പകുതിയിൽ കട്ട് ചെയ്ത് ചേർത്തടിച്ചിട്ട് പഴയൊരു ഷോളിൽ നിന്ന് കിട്ടിയ ലേസ് അറ്റാച്ച് ചെയ്തിട്ട് ഷോളും സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. സ്കർട്ടിൻ്റെ താഴ്വശത്തായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാതെ സ്കാലോപ്പ് ചെയ്യുന്നത് പോലെ കുറച്ച് വലിയ അടപ്പ് വെച്ച് വരച്ചെടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സ്കർട്ടിലേക്ക് കുഞ്ചലം കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാണ് കേട്ടോ കർട്ടനിലുണ്ടായിരുന്ന കുറച്ച് വലിയ മുത്തുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉപയോഗിച്ച് പഴയതായതുകൊണ്ടും അതിലെ മുത്തുകളൊക്കെ നിറം മങ്ങി തുടങ്ങിയതായതുകൊണ്ടും പിന്നീടൊന്നും ആലോചിക്കാതെ ഞാൻ കുറച്ച് മുത്തുകൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. മുത്തുകളെല്ലാം ഗ്രേപ്പ് കളറിലും ഗോൾഡൻ കളറിലുമുള്ള തുണിയിൽ പൊതിഞ്ഞെടുത്തിട്ട് നൂല് ഉപയോഗിച്ച് ചുറ്റിയെടുത്ത് എംബ്രോയിഡറി ത്രെഡിൽ കോർത്തെടുത്തിട്ട് സ്കർട്ടിൽ തുന്നിപ്പിടിപ്പിക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലുക്ക് വരുന്നത്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വർക്ക് ചെയ്തതിൻ്റെ പൈസ സ്റ്റിച്ചിങ്ങിൻ്റെ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഡ്രസ്സിന് മൊത്തം ചിലവായിട്ടുള്ളത് 1200 രൂപയായിരുന്നു കേട്ടോ. പിന്നെ വേണ്ടിയിരുന്നത് മാലയും വളകളും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അവളുടെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു ഡ്രസ്സിലുണ്ടായിരുന്ന വർക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ അത് അഴിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു ലോക്കറ്റും ചുറ്റിയുമായിട്ട് സ്റ്റോൺ ചെയിനും സ്റ്റോണുകളും ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ടിയിരുന്നത് കുറച്ച് വളകളായിരുന്നു. അതിനായിട്ട് അവളുടെ പഴയ കുറച്ച് വളകൾ എടുത്തിട്ട് 2 വളകൾ തമ്മിൽ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്തിട്ട് അതിൽ 1/2 ഇഞ്ച് വീതിയുള്ള ലേസ് ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് ചെയ്തിട്ടുള്ളത്.
അല്പം കൂടി വീതി കൂടിയ 2 വളകൾ ഒട്ടിച്ചെടുത്തിട്ട് ട്യൂബ് ബീഡ്സ് കൊണ്ടുള്ള ലേസ് ഒട്ടിച്ചെടുത്തിട്ട് 2 വശങ്ങളിലായിട്ട് ഇട്ട് കൊടുക്കാനുള്ള 2 വളകൾ കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അരപ്പട്ട ഉണ്ടാക്കാനായിട്ട് 19 ഇഞ്ച് നീളത്തിലും 2 ഇഞ്ച് വീതിയിലുമുള്ള സ്റ്റോണും ട്യൂബ് ബീഡ്സും ഒക്കെയുള്ള ലേസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ സ്റ്റോൺ ചെയിൻ ഉപയോഗിച്ച് 2 ലെയറുകളിലായിട്ട് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അവളുടെ കൂടെ കളിക്കുന്ന കുട്ടികൾക്ക് ഞാനായിരുന്നു കേട്ടോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെറ്റീരിയലും സ്റ്റിച്ചിങ് ചാർജും ഒക്കെ അടക്കം 600 രൂപയാണ് ഒരു ഡ്രസ്സിനായിട്ടുണ്ടായിരുന്നത്.